എല്ലാ വർഷവും നമ്മൾ സർഗമാധുരി നടത്തി വരാൻ പോവാണ്. എന്നാൽ ഈ വർഷം കുറച്ചുകൂടെ വിപുലമായിട്ട് 2 ദിവസത്തെ പരിപാടികൾ നടത്തുവാനാണ് ജില്ലയുടെ തീരുമാനം. അതനുസരിച്ച് എല്ലാ ബ്ലോക്കുകളിലും മികവുറ്റ കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് ബ്ലോക്ക് തലത്തിൽ തിരഞ്ഞെടുത്ത് ജില്ലയിലേക്ക് അയക്കുവാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ മാളപ്പള്ളി ബ്ലോക്കിന്റെ കലാകാരന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എന്റേതായിട്ടൊരു നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇതുവരെ ഇങ്ങനെയുള്ള പരിപാടി നടന്നിട്ടില്ല ബ്ലോക്കിൽ. ഇതിലും വളരെ ഗ്രാൻഡായിട്ടുള്ള മിക്കവാ ബ്ലോക്കുകളൊക്കെ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് ആണ് നമ്മൾ ഇത്ര സുസ്ഥമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ പരിപാടി നമ്മുടെ ശബ്ദമാധുരി വളരെയധികം മനോഹരമായി നടക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ജില്ലാ പ്രതിനിധി എന്ന പേരിൽ ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഇന്നത്തെ നമ്മുടെ ബ്ലോക്കിന്റെ ശബ്ദമാധുരി ബ്ലോക്ക് തലത്തിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയതായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. മാളപ്പള്ളി ബ്ലോക്കിന്റെ സ്വർഗമാതിരി ഇനങ്ങളിൽ പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും പങ്കെടുക്കുകയും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവുകയും ചെയ്തു. അത് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സൗമനസ്യം കാണിച്ച നിങ്ങളെ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ താമസിയാതെ തന്നെ റിസോർട്ട് അനൗൺസ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് പറയുന്ന ഡേറ്റ് ലഭിക്കുന്ന ഡിസംബർ 15 തോന്നുന്നു നമ്മുടെ ജില്ലയിലെ സ്വർഗമാതിരി മത്സരങ്ങൾ നടത്തുന്നത്. അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നോ ചെയ്യുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തിൽ പങ്കു ചെയ്തുകൊണ്ട് ഞാൻ അവസാനം. ജില്ലാ സർഗമാധുരി ഈ വർഷം 2 ദിവസമായി വളരെ ഗംഭീരമായി നടത്തുന്നുണ്ട്. അത് ആ പരിപാടി വിജയിപ്പിക്കുവാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ അംഗങ്ങളും ഒരു വലിയ വിഭാഗം നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ സജീവമായിട്ട് നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കളുണ്ട്. നേതാക്കന്മാരും അല്ലാതുള്ളവരുമൊക്കെ മറ്റ് ഉള്ളതിൽ വ്യത്യസ്തമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത് ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നാലും അവരെല്ലാം സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മളുടെ പെൻഷൻ സംഘടനയുടെ സർവീസ് പെൻഷനുകാരുടെ നേതാക്കന്മാരും അനുയായികളും എല്ലാം ഈ ത്രിതല പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് രംഗത്തുമൊക്കെ സജീവമാണ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ തീർച്ചയായും ഒത്തൊരുമിക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ നമ്മുടെ അണികൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേറൊരു സംഘടന ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ അതുപോലെ കാണുകയില്ല. അതിനുശേഷവും നമ്മൾ വീണ്ടും ഒരുമിക്കും. നമ്മളുടെ സർഗമാധുരി ജില്ലയിൽ സജീവമാക്കുവാനുള്ള ശ്രമങ്ങൾ ഈ ഡിസംബർ 15 ശേഷം ജില്ലാ സർഗമാധുരിയിലെ വളരെ ഗംഭീരമായ രീതിയിൽ പരിപാടി നടത്തും. അതിന് മുന്നോടിയായി നടക്കുന്ന ബ്ലോക്ക് സർഗമാധുരികൾ നടക്കുകയാണ്. ഈ സർഗമാധുരിയുടെ ഭാഗമായിട്ട് മാളപ്പള്ളി ബ്ലോക്കിന്റെ സർഗമാധുരി ഇന്ന് നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ അവരുടെ പരിപാടികൾ ഇന്ന് നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ പരിപാടിയിലെ വിജയികളുടെ പേരുകളൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്റെ ചുമതല ഈ സമ്മേളനത്തിലെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സർഗമാധുരി ബ്ലോക്ക് മത്സരത്തിലെ ഇന്ന് അതിനുശേഷം നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ ജോർജ് അവരുകളാണ്. ലിസമ്മ ടീച്ചറിനെ എല്ലാവിധ ബഹുമതികളോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളും. അതോടൊപ്പം തന്നെ
നമ്മളുടെ ഈ പരിപാടിയിലെ എല്ലാവരും നമുക്കറിയാം, ഇന്ന് ഈ പരിപാടിയിലെ ആൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തൊക്കെ തന്നെ നമ്മളുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിനിടയിലും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ അംഗങ്ങളെ വളരെയധികം ആൾക്കാർ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ഉണ്ട്. എങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് കൊണ്ടാണ്, അതായത് ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമതി വത്സലകുമാരി ടീച്ചറാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വത്സലകുമാരി ടീച്ചറിനെ ഈ ബ്ലോക്ക് സമിതിയുടെ പേരിലെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ CO ഗിരിയപ്പൻ സാറെ, അതുപോലെ തന്നെ നമുക്ക് ഫലപ്രഖ്യാപനം നടത്തി സംസാരിക്കുകയും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ PS സദാശിവപിള്ള സാറ്, ഇതിനെ പ്രവർത്തന അധ്യക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവരെയും കൺവീനർ സരസ്വതി ടീച്ചർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം പ്രശംസനീയമായ കാര്യം, എല്ലാ യൂണിറ്റുകളിൽ നിന്നും സജ്ജധനരായ ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയും ഇതിൽ പങ്കെടുക്കാൻ യോഗ്യരായിട്ടുള്ളവർ എല്ലാ യൂണിറ്റിലും ഉണ്ടായിരിക്കും. ഒരു വിമുഖതകളുടെ മാറി നിന്നതായിരിക്കും. കോട്ടയം ജില്ലയിലെ KSSTയുടെ നേതൃത്വത്തിൽ സജ്ജമാതിരിയുടെ 3ാം പതിപ്പ്, നമ്മുടെ TV പ്രോഗ്രാംസിനൊക്കെ പറയുന്ന പോലെ 3ാം സീസൺ ആണ് 2025 നടക്കുന്നത്. 2023 ഇത് തുടങ്ങുമ്പോൾ യൂണിറ്റുകളിൽ നിന്നും താല്പര്യമുള്ളവർ പേര് കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പൊന്നും യൂണിറ്റുകളിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ബ്ലോക്ക് തലത്തിലോ യൂണിറ്റ് തലത്തിൽ നിന്നും ബ്ലോക്ക് തലത്തിൽ ഇപ്പോഴും ചെയ്യുന്ന പോലെയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സജ്ജമാതിരി അനൗൺസ് ചെയ്യുന്ന യൂണിറ്റിൽ നിന്നും പ്രമുഖരായ ആളുകൾ സ്വമേധയാ മുന്നോട്ട് വന്ന് ഒരു യൂണിറ്റിന് 15 മിനിറ്റ് എന്നുള്ള സമയക്രമം അനുസരിച്ചായിരുന്നു ജില്ലയിൽ നടത്തിയിരുന്നത്. അത് നടത്തി വളരെ വിപുലമായി ഒരു ദിവസത്തെ പരിപാടി വളരെ വിപുലമായി തന്നെ നടത്താൻ ജില്ലയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഒരുപാട് പരാതികളുണ്ടായി. 3 മിനിറ്റ് കൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച് തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ 2ാമത്തെ വർഷവും ആവർത്തിച്ചു. അപ്പോൾ ജില്ലയിൽ വ്യാപകമായ അഭിപ്രായ പ്രകടനം ഉണ്ടായി. ഇത് ഒരു ദിവസം കൊണ്ട് നടത്തിയാൽ എല്ലാ യൂണിറ്റുകൾക്കും ആദ്യത്തെ സ്വഭാവം കിട്ടുകയില്ല. കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരുടെ മേൽ സമ്മർദ്ദം ഉയർന്നു. അതുകൊണ്ട് സമയം കുറെ കൂടി ദീർഘിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം സംഗമാതിരി 2 ദിവസമായി സംഘടിപ്പിക്കുന്നത്. ആ സംഗമാതിരിക്ക് 2 ദിവസം സംഘടിപ്പിക്കുന്ന ഈ സംഗമാതിരിക്ക് 2 വിഭാഗങ്ങളിലാക്കിയാണ് ഇത് നടത്തപ്പെടുന്നത്. ഒന്ന് സ്റ്റേജ് ഇനങ്ങളും സ്റ്റേജ് ഇതര ഇനങ്ങളും. അതായത് രചനാ മത്സരങ്ങൾ എല്ലാം സ്റ്റേജ് ഇതര ഇനങ്ങളും, ഗാനാലാപനങ്ങൾ, അതുപോലെ വാദ്യോപകരണങ്ങളുടെ മത്സരം, അവയൊക്കെ സ്റ്റേജ് ഇനങ്ങളാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് മണപ്പള്ളി ബ്ലോക്കിലെ സ്റ്റേജ് ഇനങ്ങളുടെ മാത്രമാണ്. കുറെ പേർ നമ്മളുടെ യൂണിറ്റുകളിൽ നിന്നും സ്റ്റേജ് ഇതര ഇനങ്ങളായ കഥാരചന, കവിതാരചന, ഉപന്യാസ മത്സരം എന്നിവയ്ക്ക് പേര് നൽകിയിട്ടുണ്ട്. അവർക്ക് അതിന്റെ തീയതി യഥാക്രമം ജില്ലയിൽ നിന്നും അറിയിക്കുന്നതനുസരിച്ച് അവരെ അറിയിക്കുന്നതായിരിക്കും. അവർ സ്റ്റേജ് എവിടെയാണ് പരിപാടികൾ അവതരിപ്പിക്കേണ്ടത് എന്നും നിർദ്ദേശിക്കുക. അതായത് 2 വേദികളാണ് ഇന്ന് ഉള്ളത്. ഒന്ന് പ്രധാന വേദിയായ SPCS ഹാൾ സാഹിത്യ പ്രവർത്തനം. എന്നിരുന്നാൽ പോലും ഒട്ടും ആവേശം നഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 മണിക്കൂർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവർ വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ ഈ മത്സരത്തിൽ പങ്കെടുത്ത
എല്ലാ മത്സരാർത്ഥികളെയും ആദ്യം തന്നെ അവതരിപ്പിക്കുക. ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മുടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മാനസിക ആരോഗ്യം ഉയർത്താൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കും. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നത്. ജില്ലാ സംഘമാതിരിയിലേക്ക് നമ്മുടെ കൺവീനർ പറഞ്ഞതുപോലെ ബ്ലോക്കിൽ നിന്നും ഓരോ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അതനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. കേവലം അരമാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ വ്യത്യാസത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുപ്പ് അർപ്പാജിക്കാൻ പറ്റിയിട്ടും അങ്ങനെ വന്നവരാണ്. തീർച്ചയായിട്ടും പങ്കെടുത്ത എല്ലാവരും വിജയങ്ങളായി തന്നെ കണക്കാക്കണം ഞാൻ എല്ലാ ആശംസകൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ നടന്നത് 4 ഇനങ്ങളിലുള്ള മത്സരമാണ് നടന്നത്. ആദ്യത്തത് ചലച്ചിത്രഗാനമായിരുന്നു. ജില്ലാ ചലച്ചിത്രഗാനം ഓരോ ജീവഗണത്തിനുള്ളിലുണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി സ്ഥിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ ആത്മരോഗവും കൊണ്ട് അതിലെനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണമെന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ലൻ കരവാളുവിട്ട് ഒരു വടിപ്പൺ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനു പിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ കൊതിതുള്ളി നിൽക്കവേ തേന്മല തൂകാൻ ഉൾക്കുളിൽ പാകാൻ നീ വരില്ലേ നീ വരില്ലേ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂക്കിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമൂക്കിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരാ പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മിഴിനട്ടു നിന്നൊരാ പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ
ഒരു കോടും കാറ്റിന്റെ കൈകളിൽ തത്തി കരിമൂകിലെങ്ങോ പറന്നു. ഒരു കോടും കാറ്റിന്റെ കൈകളിൽ തത്തി കരിമൂകിലെങ്ങോ പറന്നു. അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാരി. അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാരി. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. താങ്ക് യു. ഹൃദയതലത്തിൽ ഞാൻ തരിശ്രീഴുതി പോയി, പ്രേമത്തിൽ തരിശ്രീഴുതി പോയി. ശ്രുതിലയമായി ഞാൻ നിന്നിലൊതുങ്ങിപ്പോയി. ഒരു നുള്ളു പൂവിടുത്തു മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്തു കൂകി നിൽക്കാം, ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം. ഒരു കാട്ടിൽ ഒരു റാണി, ഒരു രാജ ഒരു റാണിയായി വാഴാം. ഓ മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടത്ത് അരികിൽ ഞാനിപ്പോൾ വന്നു.